അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ പിണറായി വിജയൻ. മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടിയും പോളിറ്റ് ബ്യൂറോയാണ്. ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ചോ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചോ ഇവിടെയുള്ള ബൂർഷോ നികൃഷ്ട മാധ്യമങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. എടോ ഗോപാലകൃഷ്ണ, ഇത് ഞങ്ങളുടെ പ്രത്യേക പാർട്ടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 25 വർഷങ്ങൾക്ക് ശേഷവും ശ്രീ മോഹൻലാൽ തൻ്റെ ആ പഴയകാല ആക്ഷനും അതുപോലെ തന്നെ പഴയകാലത്തിലുള്ള രൂപവും ഭാവവും അദ്ദേഹം മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഒരു ഗാനത്തിനൊപ്പം ചുവടുകൾ വയ്ക്കുകയുണ്ടായി. ഇതാ ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലെ ആ പഴയ മോഹൻലാൽ. അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് മലയാളത്തിന്റെ ഭാവഗായകൻ ശ്രീ P. ജയചന്ദ്രൻ. അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഇന്ത്യൻ ചലച്ചിത്ര വേദിയിലെ തന്നെ ഗസൽ ഗാന ചക്രവർത്തി ശ്രീ ഹരിഹരൻ. കൃഷ്ണ നീ വേഗനേ ബാരോ, കൃഷ്ണ നീ വേഗനേ ബാരോ. അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് തമിഴ് ചലച്ചിത്ര വേദിയിലെ കറുത്ത മുത്ത് ശ്രീ വിജയകാന്ത്. உனக்கு எதுக்கு தாவாணி, எனக்கு நீதான் இருக்க எதுக்கு தலகாணி. ஜெகத் ராணி உனக்கு எதுக்கு தாவாணி, எனக்கு நீதான் இருக்க எதுக்கு தலகாணி. கஞ்சா பூந்தோட்டம் உன ரோஜா பூவாட்டம் அடிவாசம் பார்த்து மோசம் போனேனே. ஜெகத் ராணி உனக்கு எதுக்கு தாவாணி, எனக்கு நீதான் இருக்க எதுக்கு தலகாணி. അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നു വശ്യതയാർന്ന പുഞ്ചിരിയുമായി മലയാള സിനിമയെ കീഴ്പ്പെടുത്തിയ ഒരു താരമുണ്ടായിരുന്നു ശ്രീ വിൻസെന്റ്. ജനുവരിയുടെ മുടി നിറയെ ജമന്തിപ്പൂക്കൾ, എന്റെ പ്രിയതമയുടെ ചൊടി നിറയെ സുഗന്ധിപ്പൂക്കൾ, സുഗന്ധിപ്പൂക്കൾ, ജമന്തിപ്പൂക്കൾ. മഞ്ഞുമൂടിയ മരതകങ്ങൾ, ഓ ഈ മലമ്പുഴയിലെ മതിലകങ്ങൾ, ഓ ആ മഞ്ഞിൽ മുങ്ങിവരും പൂക്കാരി. അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നു അഭിനയകലയുടെ സർവകലാശാല ശ്രീ സത്യൻ മാഷ്. നടപ്പിലും രൂപത്തിലും ഭാവത്തിലും ഏറെ വ്യത്യസ്തതയുള്ള ശ്രീ സത്യൻ മാഷ്. സ്വപ്നലോലു
ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ മധുരഭാഷിണിയാൽ മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ ഇതിലേ. അടുത്തായെത്തുന്നു തമിഴ് ചലച്ചിത്രവേദിയിലെ ഇളയ ദളപതി ശ്രീ വിജയ്. ஆடுங்கடா என்ன சுத்தி நான் ஐயனாறு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி. ஆடுங்கடா என்ன சுத்தி நான் ஐயனாறு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி. 1980കളിലെ റൊമാൻറ്റിക് ഹീറോ ശ്രീ രവികുമാർ. സ്വരം പൂവിടും ഗാനമേ എൻ സ്വരം പൂവിടും ഗാനമേ. തമിഴ് സിനിമയിലെ വ്യത്യസ്തനായ വില്ലൻ ശ്രീ മൻസൂർ അലി ഖാൻ. வரானாம் கேப்டன் பிரபாகரா, எல்லாருக்கும் இங்க வந்துதான் சாவு. பிரபாகரன் மட்டும் வர வழிக்க சாவணும். இந்த சந்தன மரத்தெல்லாம் கடத்தி எங்கடா கொண்டு போயிட்டு இருக்கீங்க? பிரபாகரனுக்கு பயந்தா இந்த வீரபுத்திர நிலைமை என்ன ஆகுது? சந்திரத்தெல்லாம் கொடுத்து காசு பண்ணும் காசு. போங்கடா போங்க. സമയ പരിമിതി മൂലം ഒരു സ്റ്റാറും കൂടെ പ്രത്യക്ഷപ്പെട്ട് നിർത്തുകയാണ്. വില്ലൻ കഥാപാത്രത്തിലൂടെ കടന്നു വന്ന് ഇപ്പോ കോമഡിക്ക് പുതിയ രൂപവും ഭാവവും കണ്ടെത്തിയ ശ്രീ ഭീമൻ രഘു. അദ്ദേഹം മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ നാഗവല്ലിയുടെ കഥാപാത്രവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ശ്രീ ഭീമൻ രഘു. വിടമാട്ടെ വിടമാട്ടെ അയോഗ്യ നായെ. ഇൻ ദുർഗാഷ്ടമി നാളിൽ ഒന്നെ കൊന്ന് ഓ രക്തത്തെ എടുത്ത് ഓങ്കാരം നടത്തുവേ ഗംഗ ഓടാ പുല്ലേ. താങ്ക് യു. ഏതൊരു പരിപാടിക്കും ഒരു സ്പോൺസർ കാണും. ഇതാ ഈ പരിപാടിയുടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ന്യൂ പാകിസ്ഥാൻ മാർബിൾ. ന്യൂ പാകിസ്ഥാൻ മാർബിൾ ആറ്റിങ്ങൽ അങ്കമാലി കൊട്ടിയം ചിറയൻകീഴ്. ന്യൂ പാകിസ്ഥാൻ മാർബിൾ ചെമട്ടുകൂലി സൗജന്യം. വീട്ടിൽ പോടാ.